ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജഗ, നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചത് തോൽക്കാനാവരുത്. ജീവിച്ച് കാണിക്കണം. അതെ വന്ദന, എന്റെ തോൽവി കാത്തിരിക്കുന്നവരുണ്ട് ആ വീട്ടില്. അതുകൊണ്ട് തന്നെ ഞാൻ തോക്കില്ല. അവരുടെ മുമ്പിൽ ഞാൻ തോറ്റുപോയാ ഞാൻ മാത്രമായിരിക്കില്ല തോക്കുന്നത്, വന്ദനയും കൂടിയായിരിക്കും. ജഗ, ഇപ്പൊ കയ്യിലുള്ള ബുള്ളറ്റ് പണയം വെച്ച് വീടിന് അഡ്വാൻസും കൊടുത്തു, വീട്ടുപകരണങ്ങളും വാങ്ങി. ഇതിൽ തീരുന്നില്ല. ബാക്കിയിരിക്കുന്ന കാശും കൂടി തീരുമ്പോ മുന്നോട്ടുള്ള പോക്ക് ഒരു ചോദ്യചിഹ്നാവും. നമുക്ക് പട്ടിണി കിടക്കാം, പക്ഷെ കൂടെ ഒരു കുഞ്ഞുണ്ട്. അവളെ പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ. സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ച മോളാ ഇവള്. വന്ദനെ, ആരെങ്കിലും സ്വന്തം കുഞ്ഞിനെ പട്ടിണിക്കിടുവോ? നീ മോള് എന്റെ മോളാ. ജഗ, ഞാനൊരു ജോലിക്ക് പോയാലോ എന്ന് ആലോചിക്കാം. വന്ദനെ, ഇത്രയും നാളും പൊതുപ്രവർത്തകനായിട്ട് നടന്നവനെ ഞാൻ. ഭാര്യ ജോലിക്ക് പോകുന്നത് കുറച്ചിലായിട്ടല്ല. എന്റെ വീർപ്പിന്റെ അന്നം നിങ്ങൾ രണ്ടാളും കഴിക്കുന്നത് എനിക്ക് കാണണം. ജഗ, അതല്ല. ഈ അവസ്ഥയില് എനിക്കും കൂടി ഒരു വരുമാനം ഉണ്ടെങ്കിൽ. വേണ്ട, പ്ലീസ്. അച്ഛൻ ഒരുപാട് വട്ടം നിർബന്ധിച്ചതാ അങ്ങോട്ട് ചെല്ലാൻ. വന്ദനയുടെ അച്ഛൻ എന്നെയും വിളിച്ചിരുന്നു. വന്ദനമ്മേ, നമുക്ക് അച്ഛനെയും അച്ഛമ്മയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? മോൾക്ക് അച്ഛനെയും അച്ഛമ്മയും കാണണോ? അവരെ മാത്രമല്ല, മുത്തശ്ശിയെയും സുചിത്ര ആന്റിയെയും ഗോകുലേട്ടനെയും വിനു അങ്കിളിനെയും ഒക്കെ കാണണം. പിന്നെ മനോജ് അങ്കിളിനെയും കാണണം. ഒരാളുടെ പേര് വിട്ടുപോയല്ലോ, പ്രകാശനങ്ങളുടെ. പ്രകാശ് അങ്കിളിനെയും കാണണം. പ്രകാശ് അങ്കിള് ചില സമയത്ത് പാവുക, ചില സമയത്ത് ദിയമോളെയും അച്ഛനെയും ഒക്കെ വഴക്ക് പറയും. നമുക്കേ അവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതിനു മുമ്പ് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുക്കാനുണ്ട്. അത് മതി. വന്ദനമ്മേ, ആ ഫോണിങ് എടുക്ക്. ഞാൻ അച്ഛമ്മേനെ വിളിച്ചിട്ട് വരാം. ഇനി ഇവിടെ നടന്നതൊക്കെ ഒരു പൊടി പോലും ഇടാതെ അച്ഛമ്മയോട് പറയും. പാവം രാജകുമാരിയെ പോലെ വളരേണ്ട കുഞ്ഞ്. എല്ലാം ഒരു വിധി. വന്ദനെ, ഭീമോള് ഒരു കുറവുമില്ലാതെ രാജകുമാരിയെ പോലെ തന്നെ നമ്മൾ വളർത്തും. എന്റെയും വന്ദനയുടെയും കൊട്ടാരത്തിലെ രാജകുമാരി. മാനത്തെ കൊട്ടാരം